ഹായ് ഹലോ എഫ് ജി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുടി ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്മൂത്തനിങ് ചെയ്യാൻ കുറേ ആയേ മുടിയുടെ ഭംഗിയൊക്കെ അങ്ങ് പോയായിരുന്നു. അന്നേരം മുടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ഈ ചായനും കൂടിയാണ്. അപ്പോൾ ഈ ചായനാണ് എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്ത് തരുന്നത്. അപ്പം ഇലക്ട്രീഷ്യനാണ് ഈ ചായനെന്ന് അറിയാമല്ലോ. പക്ഷേ ഈ ചായൻ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പം ബ്യൂട്ടീഷ്യനും പഠിച്ചു എന്ന് തന്നെ പറയാം. അതായത് വെച്ചാൽ ഇപ്പോൾ ഈ ചായന ഇപ്പം 2-3 തവണ എനിക്കിപ്പം സ്മൂത്തനിങ് ചെയ്ത് തരുന്ന ഈ ചായൻ തന്നെയാണ്. അപ്പോൾ ഈ ചായനും നമ്മുടെ മുടി റൂട്ട് വളർന്നു കഴിയുമ്പം ഈ ചായൻ തന്നെ അതെല്ലാം ചെയ്ത് തന്ന് സ്പായൊക്കെ ചെയ്തു തരും. അപ്പം ഈ ചായനും അത്യാവശ്യം ഇപ്പം ബ്യൂട്ടീഷ്യനിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളൊന്നും ബ്ലോക്കായി പോകുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി തിരക്കും കാര്യങ്ങളും പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കാരണം ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പഴയ പോലൊരു സപ്പോർട്ടിങ് ഒക്കെ ഉണ്ടാവണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ സന്തോഷം. നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ചില സന്തോഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും തുടർന്ന് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം സ്മൂത്തനിങ് നമ്മളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ കുറേശ്ശെ എടുത്തു. അപ്പം നമ്മുടെ പള്ളിപ്പെരുന്നാളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്ടായിട്ടുള്ളതൊക്കെ നമുക്ക് ഇടാം. ഫുള്ള് ലെന്തുള്ള വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. 3 ദിവസത്തെ പെരുന്നാളൊക്കെ ആയിരുന്നു. നല്ലൊരു അടിപൊളി പെരുന്നാൾ, ഗാനമേള, അങ്ങനെ പ്രദക്ഷിണം, അങ്ങനെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മളൊന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പെരുന്നാൾ തീരാറായപ്പോഴാണ് നമ്മൾ മുടി സെറ്റാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി തിരക്കായിരുന്നു. അപ്പോൾ കടയിലും കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കടയിൽ വെച്ച് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ മുടിയൊക്കെ ചെയ്യുന്നത് തന്നെ. അപ്പം മുടി ഇപ്പം ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. ചെയ്യുമ്പം എങ്ങനെയാവും എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ലൈനിങ് എല്ലാം നല്ല പക്കയായിട്ടുണ്ട്. അപ്പോൾ ഈശാൻ തന്നെ എന്നോട് പറഞ്ഞു നമുക്കതങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ മുടി റൂട്ട് വളർന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രീഷ്യൻ നമ്മൾ ബ്യൂട്ടീഷ്യൻ ആക്കിയിരിക്കുന്ന ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചായനും അമ്മയും കൂടെ ആയിരുന്നു ഫസ്റ്റ് ടൈം എനിക്ക് ചെയ്ത് തന്നെ. പക്ഷെ അമ്മ പള്ളിയിൽ തിരുനാളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി തിരക്കായതുകൊണ്ടും അമ്മയില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മളെ ഷോപ്പിലേക്ക് വന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഒക്കെയാണ് നമ്മളിത് ചെയ്യുന്നത് തന്നെ. അപ്പോൾ മുടിയുടെ എനിക്കിത്ര മുടിക്ക് ലെന്തൊന്നും ഇല്ലായിരുന്നു. നോർമൽ വലിയ ലെന്തൊന്നും ഇല്ലാത്തൊരു മുടിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ലെന്തൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കെയറിങ്ങും കൂടെ നമ്മൾ ചെയ്തിരിക്കണം. അതായത് സ്പാ ചെയ്യണം, പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ, അങ്ങനെ സിറം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മുടിക്ക് ഡാമേജുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഇതിൻ്റെ കെയറിങ് നല്ലതുപോലെ കൊടുക്കാമെങ്കിൽ മുടി വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാടൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇപ്പം നമ്മുടെ മുടി സ്മൂത്തനിങ് ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ഷോർട്ടായിട്ട് തന്നെ ഞാൻ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ അന്നേരം അങ്ങനെയാകുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്നത് നമ്മളിങ്ങനെയൊക്കെയുള്ള ചെറിയ
ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയോട് കൂടി പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഓക്കെ ബൈ ബൈ.